Hello dear students, welcome to EduPods. At a +2 Computer Science chapter number 2 Object Oriented Programming. ഈ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ളത്? ആക്ച്വലി ഈ ചാപ്റ്ററിൽ രണ്ട് ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെ രണ്ട് ടോപ്പിക്കാണുള്ളത്? ഒന്ന് ഒബ്ജക്റ്റ് ഓറിയന്റഡ് അല്ലെങ്കിൽ പ്രൊസീജിയർ ഓറിയന്റഡ് പാരഡിഗം, പ്രോഗ്രാമിംഗ് പാരഡിഗമാണ്. രണ്ടാമത്തെ ടോപ്പിക്കാണ് മെയിൻ ടോപ്പിക്, ദാറ്റ് ഈസ് കോൾഡ് ഊപ്പ് കോൺസെപ്റ്റ്സ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ടോപ്പിക്കാണ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗം. പ്രൊസീജിയർ ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ പ്രൊസീജിയർ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് റോഡാണോ കാറാണോ ആദ്യം ഉണ്ടായത്. അപ്പോൾ കാറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ, കാർ ഉള്ളത് കൊണ്ടാണ് റോഡ് ഉണ്ടായത് എന്ന് പറയുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കാറിനാണ് ഇമ്പോർട്ടൻസ്, ദാറ്റ് ഈസ് കോൾഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ്. മറിച്ച് റോഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്രൊസീജിയർ ഓറിയന്റഡ്. EduPodന്റെ ക്ലാസ് നോർമൽ രീതിയിൽ നമ്മളിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് പ്രൊസീജിയർ ഓറിയന്റഡാണ്. മറിച്ച് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ പ്രത്യേകത എന്താ? വെൻ ദ പ്രോഗ്രാം ബിക്കംസ് ലാർജർ, വലിയ പ്രോഗ്രാം ആണെങ്കിൽ അതിനെ സബ് ഡിവൈഡഡ് ചെയ്ത് ചെറിയ ചെറിയ പാർട്സ് ആക്കി മാറ്റും. ആ പാർട്സിനെ പറയുന്ന പേരാണ് ഓരോന്നും ഫങ്ഷൻസ് എന്ന് പറയും. ഫങ്ഷൻസ് ഇങ്ങനെ ആവുമ്പോൾ ആ ഫങ്ഷൻസ് ക്ലിയർ ആയിട്ട് എന്താ ഡിഫൈൻ ചെയ്യുന്നത്, അതിൻ്റെ പർപ്പസ് എന്താ, ഇൻ്റർഫേസ് എന്താ, കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് ഇറ്റ് റെഡ്യൂസിങ് ദ കോംപ്ലക്സിറ്റി, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അത് റെഡ്യൂസ് ചെയ്യും. മൂന്നാമത്തെ പോയിന്റ്, ഇങ്ങനെ വലിയ വലിയ പ്രോബ്ലത്തിനെ ഫർദർ റെഡ്യൂസ് ദ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഓരോന്നും നല്ല ക്ലിയർ കട്ടായിട്ടുള്ള പാർട്ടാക്കി മാറ്റും. ആ പാർട്ടാക്കി ക്ലിയർ കട്ട് ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് മൊഡ്യൂൾസ്. അപ്പോൾ ഈ സ്ലൈഡിൽ നോട്ട് ചെയ്ത് വെക്കേണ്ടത് വലിയ പ്രോബ്ലത്തിനെ ഫംഗ്ഷൻ ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് റെഡ്യൂസിങ് ദ കോംപ്ലക്സിറ്റി, അതുകൊണ്ട് അതിനെ ആ ഓരോ ബ്ലോക്കിനെ പറയുന്ന പേരാണ് മൊഡ്യൂൾസ്. ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താ? ഇമ്പോർട്ടൻ്റ് ആണ്. ലിമിറ്റേഷൻസ് ഓഫ് പോപ്പിൻ്റെ ലിമിറ്റേഷൻസ്. പോപ്പിന് പ്രൊസീജിയറിനാണ് ഇമ്പോർട്ടൻസ്, ഡാറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ഡാറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. പുതുതായിട്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക, ആഡിങ് എ ന്യൂ എലമെന്റ് വെരി ഡിഫിക്കൽട്ട് ആണ്, മേ റിക്വയർ മോഡിഫിക്കേഷൻ. കംപ്ലീറ്റ് പ്രോഗ്രാമിന് മോഡിഫിക്കേഷൻ വരുത്തേണ്ടി വരും. മൂന്നാമത്തെ പോയിന്റ്, ക്രിയേറ്റിംഗ് എ ന്യൂ ഡാറ്റ ടൈപ്പ്. പുതിയതായിട്ട് ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അതുകൊണ്ട് തന്നെ നാലാമത്തെ പോയിന്റ്, കാൺ മോഡൽ റിയൽ വേൾഡ് എൻറ്റിറ്റി. എവിടെ? ഇറ്റ് പ്രൊവൈഡ് പുവർ റിയൽ വേൾഡ് എൻറ്റിറ്റി, അല്ലെങ്കിൽ കാണ്ട് മോഡൽ റിയൽ വേൾഡ് എൻറ്റിറ്റി. റിയൽ ലൈഫിലുള്ള എൻറ്റിറ്റി, വസ്തുവിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? മോഡൽ ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും അടുത്ത പാർട്ടാണ് പ്രൊസീജിയർ ഓറിയന്റഡ് പോരായ്മകളെല്ലാം നികത്താൻ വേണ്ടി മറ്റൊരു കോൺസെപ്റ്റാണ് ഇറ്റ് എലിമിനേറ്റ് ദ പ്രോബ്ലംസ് ഇൻ ദ പ്രൊസീജിയർ ഓറിയന്റഡ്. എങ്ങനെ? ക്ലബ് ചെയ്തിട്ട് എങ്ങനെ? ക്ലബിങ് ഡാറ്റനെയും ഫങ്ഷൻസിനെയും കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുക. കമ്പൈൻ ഓപ്പറേറ്റ് ഓൺ ദ ഡാറ്റ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് ഒബ്ജക്റ്റ്. അപ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ? ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒബ്ജക്റ്റ്, ടീച്ചറിൻ്റെ ഒബ്ജക്റ്റ്, ഇവർ തമ്മിൽ ഇൻട്രാക്ഷൻ ഇല്ല. അവരുടേതായ ലോകം. സ്റ്റുഡൻറ്റിൻ്റെ രജിസ്റ്റർ നമ്പർ, മാർക്ക് 2, അല്ലെങ്കിൽ ഫീ, നെയിം, ഗെറ്റ്, സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ചെയ്യുന്ന ഒരു ഇൻ്റർഫേസ്, ടീച്ചറിൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ഇൻ്റർഫേസ്. ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? മിക്സിങ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പാർട്ട് ഇവരുടെ പാർട്ട് സെപ്പറേറ്റ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും, അല്ലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്വാൻറ്റേജ് എന്താ? മറ്റുള്ളവരുടെ പോപ്പിൻ്റെ പോരായ്മകളെല്ലാം നികത്തുന്നതുകൊണ്ട് പുതുതായിട്ട് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, മോഡൽ ചെയ്യാൻ പറ്റും. ആദ്യം ആ പോയിന്റ് ഒന്ന് പോരാം. The first point, it can be used to implement real life scenario, അല്ലെങ്കിൽ can model real world entity. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ആർ ഹിഡൻ. ഔട്ട്സൈഡ് വേൾഡുമായിട്ട് ഡീറ്റെയിൽസ് ഹിഡൻ ആണ്. അബ്സ്ട്രാക്ട്, പുതിയതായിട്ട് ഡാറ്റ ടൈപ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് പ്രൊവൈഡ് എ ക്ലിയർ മോഡുലാർ സ്ട്രക്ചർ. ഇങ്ങനത്തെ പോയിന്റ്സ് ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് മോഡിഫൈ എക്സിസ്റ്റിംഗ് കോഡ്സ്. അപ്പോൾ പോപ്പ് വേഴ്സസ് ഊപ്പ് ഒരൊറ്റ പോയിന്റ് പഠിക്കാം, അല്ലേ? പോപ്പ് വേഴ്സസ് ഈ ഒരൊറ്റ സ്ലൈഡ് പഠിക്കാനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, പോപ്പും ഊപ്പും നമ്മളെ വ്യത്യാസം പറയുകയാണെങ്കിൽ, ഡിഫറൻസ് പറയുകയാണെങ്കിൽ, പോപ്പിൻ്റെ ഈ പോയിന്റ്സുകളാണ് ലിമിറ്റേഷൻസ് ഓഫ് പോപ്പ്. ഇതാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഊപ്പ്. എന്താ? ഫസ്റ്റ് പോയിന്റ്, പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. എന്നാൽ മറ്റുള്ളത് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. രണ്ടാമത്തെ സെക്ഷനാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്.
അപ്പോൾ ഇവിടെ പോയിന്റ്, ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഒബ്ജക്റ്റിനാണ്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഡാറ്റക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ഫോക്കസ് ഓൺ പ്രൊസീജിയറിനാണ് ഇമ്പോർട്ടൻസ്. നമുക്കറിയാം ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവാണ്. ക്യാൻ മോഡൽ റിയൽ വേൾഡ് എൻറ്റിറ്റി, ക്യാൻ മോഡൽ റിയൽ വേൾഡ് എൻറ്റിറ്റിനെ നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റും. ക്യാൻ മോഡൽ റിയൽ വേൾഡ് എൻറ്റിറ്റി. അപ്പോൾ നേരെ ഇവിടെ ഇതാ കാണ്ട് മോഡൽ, നമുക്ക് ചെയ്യാനേ പറ്റില്ല. നാലാമത്തെ പോയിന്റ്, ഡാറ്റ ഒളിപ്പിക്കാൻ പറ്റും, സെക്യൂർ ആണ്. അപ്പോൾ ഇവിടെ നേരെ ഇതാം നോട്ട് സെക്യൂർ. +1 കേട്ട് പരിചയമുള്ള ടേമും ഇത് ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്, ഇത് ബോട്ടം അപ്പ് അപ്രോച്ചാണ്. ടോപ്പിക് ഈസ് ഓവർ. പോപ്പ് വേഴ്സസ് ഓപ്പ്, അതായത് ഈ ചാപ്റ്ററിന്റെ അതിമനോഹരമായ ഫസ്റ്റ് ടോപ്പിക് ഇവിടെ പൂർണ്ണമാവാണ്. സെക്കൻഡ് ടോപ്പിക് ഊപ്പ് കോൺസെപ്റ്റ്സ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ്. 7 കോൺസെപ്റ്റ്സാണ് പഠിക്കാനുള്ളത്. ഒബ്ജക്റ്റ്, ക്ലാസ്, അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, മോഡുലാരിറ്റി. അതിൽ ഫസ്റ്റ് വൺ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവാണ്. ഒരു വസ്തു എന്ന് പറയുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് എക്സാമ്പിൾ തന്നെയാണ്. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വസ്തു. എന്തൊക്കെ വസ്തു ആവാം? ഫാന് ഒബ്ജക്റ്റ് ആണ്, കാറ് ഒബ്ജക്റ്റ് ആണ്, സ്റ്റുഡൻറ് ഒബ്ജക്റ്റ് ആണ്, റേഡിയോ ഒബ്ജക്റ്റ് ആണ്, കമ്പ്യൂട്ടർ ഒബ്ജക്റ്റ് ആണ്. എന്നാൽ ബുക്ക് ഒബ്ജക്റ്റ് അല്ല, പെന്ന് ഒബ്ജക്റ്റ് അല്ല. അതായത് ഒബ്ജക്റ്റ് ആവണമെങ്കിൽ ഒരൊറ്റ കണ്ടീഷനുള്ളൂ, അതിന് വർക്കിംഗ് കൂടി വേണം. എന്താ? വർക്കിംഗ് കൂടി വേണം. ഒബ്ജക്റ്റ് ഹാവ് ദ പ്രോപ്പർട്ടീസ്. എന്തൊക്കെ പ്രോപ്പർട്ടീസ്? പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് ഉണ്ടാവണം, വർക്ക് ചെയ്യുന്ന കുറേ സാധനങ്ങൾ വേണം, അതേപോലെ ബിഹേവിയറും വേണം. പ്രോപ്പർട്ടീസും ബിഹേവിയറും അടങ്ങിയ സാധനത്തിൻ്റെ പറഞ്ഞ പേരാണ്, ഞാൻ എപ്പോഴും പറഞ്ഞ എൻ്റെ ഒരു എക്സാമ്പിളാണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ പാർട്സും വേണം, വർക്കിങ്ങും വേണം. ഇപ്പോൾ ഒരു കാറിൻ്റെ കേസിൽ, കാറിൽ കുറേ പാർട്സുകൾ ഉണ്ടാവും. സ്റ്റിയറിങ്, ബോഡി, ക്ലച്ച്, ബ്രേക്ക്, സീറ്റ്, അങ്ങനെ ഒരുപാട് പാർട്സുകൾ ഉണ്ടാവും. ആ പാർട്സിന് പറയുന്ന പേരാണ് മെമ്പർ, അല്ലെങ്കിൽ ഡാറ്റ, അല്ലെങ്കിൽ സ്റ്റേറ്റ്. മാത്രം പോരാ, കാർ വർക്കിംഗ് ആവണം. കാർ വർക്കിംഗ് ആവുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ഫങ്ഷൻസ്. അതാണ് മെത്തേഡ്സ് അല്ലെങ്കിൽ മെമ്പർ ഫങ്ഷൻസ്. അപ്പോൾ ഒരു പോയിന്റ് കൂടെ എഴുതാം. ഒബ്ജക്റ്റ് ഈസ് എ റിയൽ വേൾഡ് എൻറ്റിറ്റി. റിയൽ ലൈഫിൽ കാണുന്ന ഒരു വസ്തുവിനെ പറഞ്ഞ പേരാണ് റിയൽ വേൾഡ് എൻറ്റിറ്റി. ഒബ്ജക്റ്റ് ഈസ് എ റിയൽ വേൾഡ് എൻറ്റിറ്റി. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ്, ഞാനും നിങ്ങളൊക്കെ എന്താടാ? ഒബ്ജക്റ്റ് ആണ്. നമ്മളെല്ലാവർക്കും കൂടി ചേർന്നാൽ അതൊരു ക്ലാസ് ആയി. അപ്പോൾ ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. ഒരു ക്ലാസിൻ്റെ ഒരു ഇൻസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഒബ്ജക്റ്റ്. എന്താ പിടിച്ചോ? രണ്ടാമത്തെ പാർട്ട് ക്ലാസ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. നമ്മളെല്ലാവരും ചേർന്നാൽ അതെന്തായി? ഒരു ക്ലാസ് ആയി. ക്ലാസ് ഈസ് എ പ്രോട്ടോടൈപ്പ്. അപ്പോൾ ഇവിടുത്തെ ബ്രാൻഡ് വാക്ക് എന്താ? ബ്രാൻഡ് വാക്ക് ഇൻസ്റ്റൻസ് എന്നുള്ളതാണെങ്കിൽ ഇവിടുത്തെ ബ്രാൻഡ് വാക്കാണ് പ്രോട്ടോടൈപ്പ് ഓർ ബ്ലൂ പ്രിന്റ്. അപ്പോൾ ഒബ്ജക്റ്റ് ഈസ് എ പ്രോട്ടോടൈപ്പ് ഓർ ബ്ലൂ പ്രിന്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. ക്ലാസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് ആണ്. എന്നാൽ ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. അതായത് ഇത്ര ഉള്ളൂ. ക്ലാസിൻ്റെ ഉള്ളിൽ 2 പാർട്ടുകളിൽ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു, ബിഹേവിയറും പ്രോപ്പർട്ടീസും. അതേപോലെ ഡാറ്റ മെമ്പേഴ്സ് ഉണ്ട്, അതേപോലെ മെമ്പർ ഫംഗ്ഷൻ ഉണ്ട്. ഈ 2 സാധനങ്ങൾ അടങ്ങിയ ടേമിനെ പറയുന്ന പേരാണ് ക്ലാസ്. ഇപ്പോൾ ബ്ലൂ പ്രിന്റ് ഓർ പ്രോട്ടോടൈപ്പ്. ക്ലാസിൻ്റെ സിൻറ്റാക്സ് ഇതാ. ക്ലാസ്സിന് ഇതാ, ക്ലാസ്സിൻ്റെ ഒരു പേര് എഴുതണം, വ്യക്തമായ ഒരു പേര്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോൺ സ്ട്രക്ചർ ഇതേപോലെ. പക്ഷേ ഇവിടെ 3 റൂമുണ്ട്, 3 സെക്ഷൻസ് ഉണ്ട്. ആ സെക്ഷനെ പറയുന്ന പേരാണ് പ്രൈവറ്റ് സെക്ഷൻ, പബ്ലിക് സെക്ഷൻ, പ്രൊട്ടക്ട് സെക്ഷൻ. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും കിട്ടാത്ത സാധനം, പബ്ലിക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിസിബിൾ ആണ് സാധനം, പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ ആർക്ക് മാത്രം? നമ്മളുമായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ളവർക്ക് മാത്രം. അതാണ് പ്രൊട്ടക്റ്റഡ്. അതിൽ വേരിയബിൾ ഉണ്ട്, ഫങ്ഷൻസ് ഉണ്ട്. വേരിയബിൾ ഉണ്ട്, ഫങ്ഷൻസ്, വേരിയബിൾ, ഫങ്ഷൻസ്. മൂന്നാമത്തെ ടോപ്പിക് എവിടെ? മൂന്നാമത്തെ ടോപ്പിക് ദി എ. സെക്കൻഡ് ടോപ്പിക് ബി. തേർഡ് ടോപ്പിക് സി. അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡിങ് ആണ്. കാണിക്കേണ്ടത് കാണിക്കുക, അല്ലാത്തത് ഒളിപ്പിക്കുക. പ്രൊവൈഡിങ് എസെൻഷ്യൽ ഷോയിങ്, കാണിക്കുക. എസെൻഷ്യൽ ഫീച്ചേഴ്സ്, ആവശ്യമുള്ള സാധനം മാത്രം കാണിക്കുക. ഓഫ് ദ അപ്ലിക്കേഷൻ്റെ ആവശ്യമുള്ള സാധനം മാത്രം കാണിക്കുക, അല്ലാത്തത് ഒളിപ്പിക്കുക. അപ്പോൾ ഇവിടുത്തെ ബ്രാൻഡ് വാക്ക് ഹൈഡിങ് ആണ്. ഡീറ്റെയിൽസ് ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ്. പുറമെ ലോകത്ത് നിന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുക. എങ്ങനെ അതിൻ്റെ വർക്കിംഗ് അത് പഠിപ്പിക്കേണ്ട, ഉപയോഗിച്ചാൽ മതി.
ദാറ്റ് ഈസ് കോൾഡ് അബ്സ്ട്രാക്ഷൻ. അപ്പോൾ മെയിൻ പോയിന്റ്, അപ്പോൾ ഇവിടെ 3 റൂമുണ്ട്, പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റ്. ഏത് സെക്ഷനാ? പ്രൈവറ്റ് സെക്ഷൻ ഷോസ്, പ്രൈവറ്റ് സെക്ഷൻ ആണ് അബ്സ്ട്രാക്ഷൻ പ്രോപ്പർട്ടി ഷോ ചെയ്യുന്നത്. അബ്സ്ട്രാക്ഷൻ പ്രോപ്പർട്ടി നടക്കുന്നത് ഏത് സെക്ഷനിലാണ്? പ്രൈവറ്റ് സെക്ഷനാണ്. പ്രൈവറ്റ് സെക്ഷൻ അണ്ടർ ദ ക്ലാസ് ഷോസ് അബ്സ്ട്രാക്ഷൻ പ്രോപ്പർട്ടി. ഡി, 4ാമത്തെ പോയിന്റ്. എവിടെ 4ാമത്തെ പോയിന്റ്? എൻകാപ്സുലേഷൻ. ക്യാപ്സ്യൂളാണ്. ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോന്ന് ഗുളിക, അല്ലെ, നമ്മളങ്ങനെ പറയാം, ഗുളിക. ഈ ക്യാപ്സ്യൂളിൽ ഒരുപാട് സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും. റാപ്പിംഗ് ആണ്, റാപ്പിംഗ്. അപ്പോൾ ഇവിടുത്തെ ബ്രാൻഡ് വാക്ക് റാപ്പിംഗ് എന്നാണ്, അല്ലെങ്കിൽ നല്ല വാക്ക് ബൈൻഡിങ് എന്നാണ്. റാപ്പിംഗ് അല്ലെങ്കിൽ ബൈൻഡിങ് അപ്പ് ഓഫ് പാർട്സിനെ പറയുന്ന പേരാണ് ഡാറ്റ മെമ്പേഴ്സ്. ഡാറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫംഗ്ഷൻ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. റാപ്പിംഗ് അപ്പ് ഓഫ് ഡാറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫംഗ്ഷൻ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ് ഈസ് കോൾഡ് എൻകാപ്സുലേഷൻ. 3 സെക്ഷൻസ് ഉണ്ട്, പ്രൈവറ്റ് സെക്ഷൻ, പബ്ലിക് സെക്ഷൻ ആൻഡ് പ്രൊട്ടക്റ്റഡ് സെക്ഷൻ. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും വിസിബിൾ ആവില്ല, നോട്ട് വിസിബിൾ ഔട്ട്സൈഡ് ദ ക്ലാസ്, പുറമൊക്കെ ആർക്കും വിസിബിൾ അല്ല. എന്നാൽ പ്രൊട്ടക്റ്റഡ്, വിസിബിൾ ഓഫ് ഇറ്റ്സ് അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാർ, ഡിറൈവ്ഡ് ക്ലാസ്സിന് മാത്രമേ വിസിബിൾ ഉള്ളൂ, ബട്ട് നോട്ട് ഔട്ട്സൈഡ് വേൾഡ്സ്. എന്നാൽ പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും വിസിബിൾ ആണ്, ദാറ്റ് ഈസ് കോൾഡ് വിസിബിൾ എവരിവർ. ഈ 3 പീനെ പറയുന്ന പേരാണ്, ഈ 3 പീനെ പറയുന്ന പേരാണ് ആക്സസ് സ്പെസിഫയർ. ഇത് ഇഷ്ടമായില്ലെങ്കിൽ മറ്റൊരു പേരാണ് വിസിബിലിറ്റി മോഡ് എന്ന് പറയും. അപ്പോൾ ഈ സ്ലൈഡിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട 2 വാക്ക് റാപ്പിങ്ങും വിസിബിലിറ്റി മോഡും. വിസിബിലിറ്റി മോഡ് അല്ലെങ്കിൽ ആക്സസ് സ്പെസിഫയർ, 3 പീകൾ, പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്ഷൻ. ഈ മൊഡുലാരിറ്റി, മൊഡുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രോബ്ലത്തിന് നമുക്ക് കഷ്ടം വെട്ടി ചെറിയ ചെറിയ പ്രോബ്ലങ്ങളാക്കി മാറ്റുക. എ ബിഗ് പ്രോബ്ലം ഈസ് സബ് ഡിവൈഡഡ് ഇൻ ടു, ഡീകമ്പോസ്ഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്മോൾ സബ് പ്രോബ്ലം. ഈച്ച് സബ് പ്രോബ്ലം ഈസ് കോൾഡ് മൊഡ്യൂൾ. അപ്പോൾ ഇവിടുത്തെ മെയിൻ പോയിന്റ് ഡീകമ്പോസിഷൻ. കം ടു എഫ്, ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പാരമ്പര്യം എന്ന് പറയും. എന്താടാ? പാരമ്പര്യം. എന്താ ഈ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ? പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പാരന്റിൽ നിന്നും, നമ്മുടെ അച്ഛനിൽ നിന്നും സം പ്രോപ്പർട്ടീസ് മക്കൾക്ക് കിട്ടുക. ദാറ്റ് ഈസ്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ്, ഒരു പ്രോസസ്സാണ്. അക്വയർ ചെയ്യുക, വലിച്ചെടുക്കലാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഇംഗ്ലീഷ് അക്വയറിങ്. കംപ്ലീറ്റ് സാധനം കിട്ടൂല, സം പ്രോപ്പർട്ടീസ് ഫ്രം ദ എക്സിസ്റ്റിംഗ് ക്ലാസ്, ഓൾറെഡി ഉള്ള ക്ലാസ്സിൽ നിന്നും സം പ്രോപ്പർട്ടീസ് നമുക്ക് വലിച്ചെടുക്കാം. ആ വലിച്ചെടുക്കുന്ന ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ വലിച്ചെടുക്കുന്ന ഓൾറെഡി ഉള്ള ക്ലാസ്സിനെ പറയുന്ന പേരാണ് ബേസ് ക്ലാസ്. ഇത് ഇഷ്ടമല്ലെങ്കിൽ ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് പാരന്റ് ക്ലാസ്. അതും ഇഷ്ടമായില്ലെങ്കിൽ മറ്റൊരു വാക്കാണ് സൂപ്പർ ക്ലാസ്. ഒരു അച്ഛൻ ഒരു മകൻ റിലേഷൻഷിപ്പ്. അപ്പോൾ ആദ്യമുള്ള ആളാ അച്ഛൻ, അപ്പോൾ അച്ഛനെ പറയുന്ന പേരാണ് ദ എക്സിസ്റ്റിംഗ് ക്ലാസ് ഈസ് കോൾഡ് പാരന്റ്. ദ ന്യൂ ക്ലാസ്, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ക്ലാസ്സിനെ പറയുന്ന പേരാണ് ഡിറൈവ്ഡ് ക്ലാസ്. അതല്ലെങ്കിൽ പാരന്റിന്റെ ഓപ്പോസിറ്റ് ചൈൽഡ് ക്ലാസ്. അതും ഇഷ്ടമായില്ലെങ്കിൽ മറ്റൊരു വാക്ക് സബ് ക്ലാസ്. ഏതെങ്കിലും വാക്ക് പഠിച്ചു വെക്കണം. അത് ഉപയോഗിക്കുന്ന രീതി ഇങ്ങനെയാണ്. ക്ലാസ് എഴുതാ, ഒരു പുതിയ ക്ലാസ്സിന്റെ പേര് എഴുതാം, കോളൻ സിമ്പിളാണ് ഇടേണ്ടത്, കോളം സിമ്പിൾ. എന്നിട്ട് എവിടെ നിന്നാണോ കണക്ഷൻ അത് കൊടുക്കാം. ഏത് റൂമിലേക്കാണോ വരേണ്ടത് അതാണ് ആക്സസ് സ്പെസിഫയർ കൊണ്ട് ഉദ്ദേശിച്ചത്. 5 ടൈപ്പ് ഇൻഹെറിറ്റൻസ് ഉണ്ട്. 5 ടൈപ്പ് ഇൻഹെറിറ്റൻസ്. അത് ക്ലിയർ ഇല്ലെങ്കിൽ 5 ടൈപ്സ് അല്ലെ, ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് 5 ടൈപ്പാണുള്ളത്. ഏതൊക്കെ 5 ടൈപ്പ്? 1, ഒരു ബേസ് ക്ലാസ്, ഒരു ഡിറൈവ്ഡ് ക്ലാസ്. ഇതിനെ പറയുന്ന പേരാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ഡെഫിനിഷൻ എങ്ങനെ പറയാം? എ ഡിറൈവ്ഡ് ക്ലാസ് ഈസ് ഫോംഡ് ഫ്രം 1 ബേസ് ക്ലാസ്. രണ്ടാമത്തത് 2 ബേസ് ക്ലാസ്. 2 ബേസ് ക്ലാസ്, അതിൽ നിന്നും ഒരു ചൈൽഡ് ഫോം ചെയ്യാം. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ എന്ന് പറയും. എങ്ങനെ ഡെഫിനിഷൻ പറയാം? എ ഡിറൈവ്ഡ് ക്ലാസ് ഈസ് ഫോംഡ് ഫ്രം 2 or more ബേസ് ക്ലാസ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്ന പേരാണ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. ദാറ്റ് ഈസ് ഒരു ബേസ്, ഒരുപാട് ഡിറൈവ്ഡ് ക്ലാസ്. ഇതിനെ പറയുന്ന പേരാണ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ആണ് എന്താ? മൾട്ടിപ്പിൾ ഡിറൈവ്ഡ് ക്ലാസ് ഈസ് ഫോംഡ് ഫ്രം 1 ബേസ് ക്ലാസ്. എന്ന ഫോർത്ത് വൺ ഈസ് മൾട്ടിപ്പിൾ ആണ്, മൾട്ടി ലെവൽ. ഇതാണ് ബേസ്, ഇതാണ് ഡിറൈവ്ഡ്. അപ്പോൾ ഇത് സിംഗിളാണ്. ഈ സിംഗിളിന് മറ്റൊരു സിംഗിൾ കൂടി ഫോം ചെയ്തു, അന്നേരം ഇയാൾ ബേസായി മാറും. ദിസ് ഈസ് കോൾഡ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. എങ്ങനെ ഡെഫിനിഷൻ പറയാം? എ ഡിറൈവ്ഡ് ക്ലാസ് ഈസ്
A derived class is formed from another derived class. And last one is combination of any two hybrid എന്ന് പറയും. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ രണ്ടെണ്ണം ജോയിന്റ് അടിക്കാം. ഇതാ ഇത് പാരാ, ഇതും ഹൈറാർക്കിക്കലാണ് ആണോ അല്ലേ? ഇത് ഹൈറാർക്കിക്കലാണ്. ഹൈറാർക്കിക്കലിനോട് കൂടെ മൾട്ടിപ്പിൾ ജോയിന്റ് അടിക്കാം. മൾട്ടിപ്പിൾ ഹൈറാർക്കിക്കലും മൾട്ടിപ്പിളും ജോയിന്റ് അടിച്ചാൽ ദാറ്റ് ഈസ് കോൾഡ് ഹൈബ്രിഡ്സ്. ഇനി അതല്ല മൾട്ടിപ്പിൾ, ഇത് മൾട്ടിപ്പിൾ ആണ്, മൾട്ടിപ്പിളും സിംഗിളും ഇങ്ങനെയൊക്കെ ജോയിന്റ് അടിക്കുന്ന പരസ്പരം മിക്സ് ചെയ്ത് ജോയിന്റ് അടിക്കുന്നതിനെ പറഞ്ഞ പേരാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് ടോപ്പിക് polymorphism. The last topic is polymorphism. H അല്ല G അല്ലേ? G. സെവൻത് വൺ പോളിമോർഫിസം. എന്താ പോളി എന്ന് പറഞ്ഞാൽ? പോളി എന്ന് പറഞ്ഞാൽ മെനി, മോർഫ് എന്ന് പറഞ്ഞാൽ മോർഫിംഗ് ഫോമാണ്. അപ്പൊ പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താ? മെനി ഫോം. മെനി ഫോം. പോളി എന്ന് പറഞ്ഞാൽ മെനി, മോർഫ് എന്ന് പറഞ്ഞാൽ ഫോം, ഷേപ്പ്. അപ്പൊ പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താ? എബിലിറ്റി ടു എക്സ്പ്രസ് ഇൻ മെനി ഫോം. ഒന്നിൽ കൂടുതൽ മെനി ഫോം, എബിലിറ്റി ടു എക്സ്പ്രസ് ഇൻ മെനി ഫോംസ്. അപ്പൊ രണ്ട് ടൈപ്പ് ഇൻഹെറിറ്റൻസ് പോളിമോർഫിസം ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. Polymorphism is broadly classified into two: runtime polymorphism and compile time polymorphism. Compile time is again classified into two: function overloading and operator overloading. The definition: compile time polymorphism. Compile time എന്ന് പറയുന്നത് മറ്റൊരു പേരാണ്, പേരായിട്ട് പഠിക്കാം. compile time, runtime അല്ലെ? സ്റ്റാറ്റിക് ഡൈനാമിക് മറ്റൊരു പേരാണ്. ഇത് നേരത്തെ ചെയ്യും, ഏർലി ബൈൻഡിങ്. അപ്പൊ ഇത് ലേറ്റ് ബൈൻഡിങ്. ഇവിടെ രണ്ട് മക്കൾ, ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും. ടോപ്പിക് ഈസ് ഓവർ. അപ്പൊ ഓർത്ത് വെക്കേണ്ടത് 7 എലമെന്റ്സ് ആണ്: ഒബ്ജക്റ്റ്, ക്ലാസ്, അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, മോഡുലാരിറ്റി. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റൻസ്, ക്ലാസ് എന്ന് പറയുമ്പോൾ ബ്ലൂ പ്രിന്റ് ഓർ പ്രോട്ടോടൈപ്പ്, അബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഹൈഡിങ്, എൻകാപ്സുലേഷൻ എന്ന് പറയുമ്പോൾ റാപ്പിംഗ് ഓർ ബൈൻഡിങ്. അഞ്ചാമത്തെ ടോപ്പിക് മോഡുലാരിറ്റി, സബ് ഡിവൈഡഡ് ഓർ ഡീകമ്പോസ്ഡ്. ആറാമത്തെ ടോപ്പിക് ഇൻഹെറിറ്റൻസ്, അക്വയറിംഗ് ആണ്. ഒരു പോയിന്റ് കൂടി 5 ടൈപ്സ് ഇൻഹെറിറ്റൻസ് പഠിക്കണം: സിംഗിൾ, മൾട്ടിപ്പിൾ, ഹൈറാർക്കിക്കൽ, മൾട്ടി ലെവൽ, ഹൈബ്രിഡ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് പോളിമോർഫിസം. മെനി ഫോംസ്, 2 ടൈപ്സ്: സ്റ്റാറ്റിക്കും ഡൈനാമിക്കും, അല്ലെങ്കിൽ ഏർലി ബൈൻഡിങ്, ലേറ്റ് ബൈൻഡിങ്, അതും അല്ലെങ്കിൽ കമ്പൈൽ ടൈം, റൺ ടൈം. ഡാഷ് പ്രൊട്ടക്ട് ഡാറ്റ ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ്. ഏതാ അൺഓതറൈസ്ഡ് ആക്സസ്? പുറമെന്നുള്ള ആളെ പ്രിവെന്റ് ചെയ്യുന്ന ടെക്നിക്ക് ഏതാ? അബ്സ്ട്രാക്ഷൻ. ആൻസർ ഈസ് ഒളിപ്പിക്കലാണ് അബ്സ്ട്രാക്ഷൻ. കമ്പയർ പോപ്പ് വേഴ്സസ് ഊപ്പ്. അപ്പൊ പോപ്പ് ഇവിടെ ചെയ്താ, ഊപ്പ് ചെയ്താ എത്ര പോയിന്റ്സ്? 4 പോയിന്റ്സ്, 4 പോയിന്റ്സ് അല്ലെ? പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. രണ്ടാമത്തെ പോയിന്റ് ഫോക്കസ് ഓൺ പ്രൊസീജിയർ, ഫോക്കസ് ഓൺ ഒബ്ജക്റ്റ്. ഇവിടെ എന്താ? മൂന്നാമത്തെ പോയിന്റ് പ്രൊസീജിയർ അല്ലെ? ഒബ്ജക്റ്റ് ഇറ്റ് ക്യാൻ മോഡൽ റിയൽ വേൾഡ് എൻറ്റിറ്റി, കാൺ മോഡൽ. ഇവിടെ എന്താ? ഡാറ്റ സെക്യൂർ ആണ്, ഇവിടെ നോട്ട് സെക്യൂർ ആണ്. ദെൻ ടോപ്പ് ഡൗൺ അപ്രോച്ച്, ബോട്ടം അപ്പ് അപ്രോച്ച്. സോ പൊതുവെ ഓർത്ത് വെക്കേണ്ട ഈ എലമെന്റ്സുകളാണ്, ആ കീവേഡ്സുകളാണ് പഠിക്കേണ്ടത്. ഇത്രയുള്ളൂ ചാപ്റ്റർ. വളരെ സിമ്പിളാണ്. ഒരിക്കലും പെയറായിട്ടേ വരുള്ളൂ, അല്ല തനിയെ വരില്ല. ഒബ്ജക്റ്റ് തനിയെ ചോദ്യം വരില്ല. ഒബ്ജക്റ്റിന്റെ കൂടെ ക്ലാസ്, ഒബ്ജക്റ്റ് വേഴ്സസ് ക്ലാസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അബ്സ്ട്രാക്ഷന്റെ കൂടെ ഒട്ടിപ്പിടിച്ച് വരുന്ന മറ്റൊന്നാണ് എൻകാപ്സുലേഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എനി ഊപ്പ് കോൺസെപ്റ്റ്സ്, ഒരു 3-4 ഊപ്പ് കോൺസെപ്റ്റ്സ് എഴുതാൻ ചോദിക്കും. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്നറിറ്റൻസും അതിൻ്റെ 5 ഫോംസും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പോളിമോർഫിസും അതിൻ്റെ ഫോംസും. ആറാമത്തെ ക്വസ്റ്റ്യൻ അഡ്വാൻറ്റേജസ് ഓഫ് ഊപ്പ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ലിമിറ്റേഷൻസ് ഓഫ് പോപ്പ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ പോപ്പ് വേഴ്സസ് ഊപ്പ്. ഇതല്ലാതെ വേറെ ഒന്നും വരില്ല. സെറ്റല്ലടാ. താങ്ക് യു സോ മച്ച്.